മലയാളികൾക്ക് പ്രിയപ്പെട്ട ഗായികയാണ് മഞ്ജരി. കരിയറിലെ തുടക്കകാലം മുതൽ പ്രഗത്ഭരായ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ മഞ്ജരിക്ക് സാധിച്ചിട്ടുണ്ട്. അക്കാലത്ത് യുവ ഗായകരിൽ ഈ ഭാഗ്യം ലഭിച്ച ചുരുക്കം പേരിൽ ഒരാളാണ് മഞ്ജരി. 2000-ന്റെ തുടക്ക വർഷങ്ങളായിരുന്നു മഞ്ജരിയുടെ കരിയറിന്റെ സുവർണകാലം. അക്കാലത്ത് നടി മീര ജാസ്മിന് വേണ്ടി നിരവധി പാട്ടുകൾ മഞ്ജരി പാടിയിട്ടുണ്ട്. മീര ജാസ്മിൻ മഞ്ജരി കോംബോ ഒന്ന് ഹിറ്റുമായിരുന്നു. ഇപ്പോഴത്തെ അതേക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജരി. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജരി മനസ്സു തുറന്നത്. മീര ജാസ്മിന്റെ അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിൽ മഞ്ജരി പാടിയ താമരക്കുരുവിക്ക് തട്ടമിട് എന്ന പാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ മഞ്ജരി പങ്കുവച്ചു. രജനീകാന്ത് സാറുടെ വലിയ ഫാനാണ് താനെന്നും താമരക്കുരുവി എന്ന പാട്ട് പാടുന്ന ദിവസമാണ് രജനീകാന്ത് സാറുടെ മകളുടെ കല്യാണമെന്നും ആ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇളയരാജ സാർ അവിടെ ഇല്ലായിരുന്നു, കല്യാണത്തിന് പോയിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ പാടിക്കഴിഞ്ഞ് രാജ സാർ വന്നപ്പോൾ നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുവെന്നും തനിക്ക് സന്തോഷമായെന്നും മഞ്ജരി പറയുന്നു. മാത്രമല്ല മീര ജാസ്മിൻ ആണ് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു. അന്ന് തനിക്ക് മീര ജാസ്മിനെ വലിയ പരിചയമില്ലായിരുന്നുവെന്നും എങ്ങനെയാണ് അവർ അഭിനയിക്കുന്നതെന്ന് അറിയില്ല, സ്ക്രീനിൽ താൻ ആദ്യം കാണുന്ന തന്റെ പാട്ട് ഇതായിരുന്നുവെന്നും മഞ്ജരി പറയുന്നുണ്ട്. ആദ്യമായി തന്റെ പാട്ട് വെള്ളിത്തിരയിൽ വന്നപ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലെന്നും പണ്ട് ജൂക്ക് ബോക്സ് എന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൽ വിളിച്ച് വീണ്ടും വീണ്ടും ഈ പാട്ട് വെപ്പിക്കുമായിരുന്നുവെന്നും ആദ്യം പാടിയ പാട്ടായതിനാൽ തുടരെ താൻ ആ പാട്ട് കണ്ടുകൊണ്ടിരുന്നെന്നും മഞ്ജരി ഓർത്തു. മാത്രമല്ല താൻ പാടുന്ന പാട്ടിൽ അഭിനയിക്കുന്ന നടിമാർ ആരാണെന്ന് നോക്കാറുണ്ടെന്നും അവരുമായി ലിപ്സിംഗിൽ വരുന്ന വിധം പാടാൻ ശ്രമിക്കാറുണ്ടെന്നും മഞ്ജരി പറയുന്നുണ്ട്. മീര ജാസ്മിൻ അഭിനയിക്കുമ്പോൾ വളരെ ലൗഡാണ്, കാവ്യയുടേത് ഒതുങ്ങിയ അഭിനയമാണെന്നും അതനുസരിച്ച് മാറ്റം വരുത്തുമെന്നും ആരാണ് നടിമാരെന്ന് ആദ്യം അറിയും, എന്നാൽ ചിലപ്പോൾ ചോദിക്കാൻ പേടിയായിരുന്നുവെന്നും മഞ്ജരി പറയുന്നുണ്ട്. അടുത്തിടെ നൽകിയ അഭിമുഖത്തിലും മഞ്ജരി തന്റെ കരിയർ ഗ്രാഫിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അധികം സംസാരിക്കാത്ത പ്രകൃതമായതിനാൽ കരിയറിൽ താൻ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മഞ്ജരി അന്ന് തുറന്നു പറഞ്ഞു. ചെറുപ്പം തൊട്ടേയുള്ള ചട്ടക്കൂടുകൾ തന്റെ ഈ പ്രകൃതത്തിന് കാരണമാണ്, താൻ അഹങ്കാരിയാണെന്ന തെറ്റിദ്ധാരണ വന്നത് ആദ്യമൊക്കെ വിഷമമുണ്ടാക്കിയെന്നും കരിയറിൽ ഒരു ഘട്ടത്തിൽ തനിക്ക് അവസരങ്ങൾ കുറഞ്ഞതിന് ഇതും കാരണമായിരിക്കാമെന്നും മഞ്ജരി അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. സത്യനന്ദിക്കാടിന്റെ അച്ചുവിന്റെ അമ്മയിലൂടെ സിനിമയിലൂടെ പിന്നണി ഗായികയായ മഞ്ജരി വാമനപുരം ബസ് റൂട്ട്, ശംഭു, പൊന്മുടി പുഴയോരത്ത്, അനന്തഭദ്രം, ദേവനാമത്തിൽ, തൊമ്മനും മക്കളും തുടങ്ങിയ ചിത്രങ്ങളിലും ഗാനം ആലപിച്ചിട്ടുണ്ട്. ഇളയരാജയായിരുന്നു ആദ്യ ചിത്രത്തിന്റെ സംഗീതം ചെയ്തത്. അതേസമയം മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പിന്നണി ഗായികയാണ് മഞ്ജരി. സോഷ്യൽ മീഡിയയിലും സജീവമാണ് മഞ്ജരി. ബാല്യകാല സുഹൃത്ത് രജനിയാണ് മഞ്ജരി വിവാഹം ചെയ്തത്. തങ്ങളുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയത് എങ്ങനെയെന്നും മഞ്ജരി തുറന്നു പറഞ്ഞിട്ടുണ്ട്. മഞ്ജരിയുടേത് രണ്ടാം വിവാഹമായിരുന്നു. ആദ്യ ബന്ധം 2011 വേർപിരിഞ്ഞു. പിന്നീട് ജെറിനുമായുള്ള വിവാഹം 10 വർഷം കഴിഞ്ഞായിരുന്നു. HR മാനേജറാണ് ജെറിൻ. വിവാഹിതയാകുന്നുവെന്ന് മഞ്ജരി തന്നെയായിരുന്നു വെളിപ്പെടുത്തിയിരുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.